नमस्ते। आज हम हिंदी साहित्य के PYQ बारे में ചർച്ച കരേങ്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ ആണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോസ് കാണണം. കാരണം വെച്ചാൽ ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്യാ ബൂലും ക്യാ യാദ് കരെ കിസ്കാ രചന ഹെ. ക്യാ ബൂലും ക്യാ യാദ് കരെ കിസ്കാ രചന ഹെ. ക്യാ ബൂലും എന്നുള്ള രചന ആരുടേതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ വിഷ്ണു പ്രഭാകർ, ഓപ്ഷൻ ബി ഹരിവംശ റായ് ബച്ചൻ, ഓപ്ഷൻ സി സുമിത്രാനന്ദൻ പന്ത്, ഓപ്ഷൻ ഡി രാമവൃക്ഷ് ബേൻപൂരി. ഇവിടെ ക്യാ ബൂലും ക്യാ യാദ് കരെ ആരുടേതാണ്? ഹരിവംശ റായ് ബച്ചന്റെ രചനയാണ് എന്ത് വരുന്നത്? ക്യാ ബൂലു ക്യാ യാദ് കരെ. ഓക്കെ, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശകുന്തള മാധുർ കാ കിസ് സപ്തക് കി ഹെ. ശകുന്തള മാധുർ കിസ് സപ്തക് കി ഹെ. ഇവിടെ ചോദിച്ച ശകുന്തള മാധുർ ഏത് സപ്തകിലാണ് വരുന്നത് എന്നാ ചോദിച്ചത്. ഓപ്ഷൻ എ താര സപ്തക്, ഓപ്ഷൻ ബി ദൂസര സപ്തക്, ഓപ്ഷൻ സി തീസര സപ്തക്, ഓപ്ഷൻ ഡി ചൗദ സപ്തക്. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ശകുന്തള മാധുർ ഏതിലാ വരുന്നത്? ഓപ്ഷൻ ബി ദൂസര സപ്തകിലാണ് ശകുന്തള മാധുർ വരുന്നത്. ശകുന്തള മാധുർ എന്നുള്ള രചനക്കാർ ഏതിലാണ്? ദൂസര സപ്തകിലാണ് വരുന്നത്. നമ്മൾ പഠിച്ചത് പ്രയോഗവാതിൽ താര സപ്തകിനെ എന്തായിട്ട് തരംതിരിച്ചിരിക്കുന്നു? താരസപ്തക്, ദൂസര സപ്തക്, തീസര സപ്തക്, ചൗദ സപ്തക്, ഇങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 4ആയിട്ട് തരംതിരിച്ചതിൽ 28 കവികളാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ഓരോ ടോപ്പിക്കിലും ഓരോ താരസപ്തകിലും 7 കവികൾക്ക് ഒരു കോഡ് രൂപത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെഹല സപ്തകില്, ദൂസര സപ്തകില്, തീസര സപ്തകില്. അപ്പൊ ദൂസര സപ്തകില് വരുന്ന ആളാണ് ആര്? ശകുന്തള മാധുർ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? ശകുന്തള മാധുർ. ओके, नेक्स्ट क्वेश्चन, पृथ्वीराज रासो में समय की संख्या कितनी है? പൃഥ്വിരാജ് രാസോയിൽ സമയത്തിന്റെ സംഖ്യ, സമയ അല്ലെങ്കിൽ സർഗ്, ഈ സംഖ്യ കിത്തിനി ഹെ, എത്രയാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ എ 65, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 69, ഓപ്ഷൻ ഡി 77. അപ്പോൾ 69, 69 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 69. പൃഥ്വിരാജ് രാസോ ആദ്യകാലത്തിൽ വരുന്ന രചനക്കാരാണ് ആര്? പൃഥ്വിരാജ് രാസോ എഴുതിയതാരാണ്? ചന്ദപ്രദായുടെ രചനയാണ് പൃഥ്വിരാജ് രാസോ. ഹിന്ദിയിലെ പ്രഥം മഹാകാവ്യമായിട്ട് എന്തറിയപ്പെടുന്നുണ്ട്? പൃഥ്വിരാജ് രാസോ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഹാരിലാൽ കിസ് രാജാക്കെ ദർബാരി കവിത. ബിഹാരിലാല് ഏത് കാലത്തുള്ള കവിയാണെന്നാണ് ഇവിടെ ചോദിച്ചത്. ബിഹാരിലാൽ നമുക്ക് പറയുകയാണെങ്കിൽ രീതികാലത്തിലെ രീതി സിദ്ധ് കവിയാണ് ബിഹാരിലാൽ. ബിഹാരിലാലിന്റെ ഏകമാത്ര രചനയാണ് എന്ത്? ബിഹാരി ചത്സെ. ഇത് വ്രജഭാഷയിലാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിഹാരിലാൽ കിസ് രാജാക്കെ, നമ്മൾ ഇവിടെ ചോദിച്ച കിസ് രാജാക്കെ ദർബാരി കവി എന്നാ ചോദിച്ചത്. ഏത് ദർബാറിലെ കവിയാണ്? ഓപ്ഷൻ എ രാജ ജയസിംഗ്, ഓപ്ഷൻ ബി സമ്രാട്ട് അക്ബർ, ഓപ്ഷൻ സി രാജ മൻസിംഗ്, ഓപ്ഷൻ ഡി മഹാരാജ് സംഘ്. അപ്പോ ബിഹാറിലാല് ഏത് ദർബാറിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ ജയസിംഹിന്റെ ദർബാറിലാണ്. അപ്പൊ ഓപ്ഷൻ എ രാജ ജയസിംഗ് കാ ദർബാർ കവിതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്, സൂർദാസ് കാ ഗുരു കോന്തെ. സൂർദാസിന്റെ ഗുരു ആരാണ്? ഓപ്ഷൻ എ വല്ലഭാചാരി, ഓപ്ഷൻ ബി രാമാനന്ദ്, ഓപ്ഷൻ സി രൈദാസ്, ഓപ്ഷൻ ഡി നരഹരിദാസ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? സൂർദാസിന്റെ ഗുരു ആണ് വല്ലഭാചാരി. വല്ലഭാചാര്യന്റെ ശിഷ്യന്മാരാണ് ആര്? സൂർദാസ്, കൃഷ്ണദാസ്. നമുക്കൊരു കോഡ് പറയുകയാണെങ്കിൽ സൂക്ർ പഗു എന്ന് പറയാം. സൂർദാസ്, കൃഷ്ണദാസ്, പരമാനന്ദദാസ്, കുംഭൻദാസ്. ഇങ്ങനെ ഇവരാണ് ആരുടെ ഗുരുക്കൾ, ശിഷ്യന്മാരെന്ന് പറയുന്നത്? വല്ലഭാചാര്യന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ സൂർദാസിന്റെ ഗുരു ആരാന്ന് ചോദിച്ചാല് വല്ലഭാചാരി എന്ന് നമുക്ക് പറയാം. ഇവിടെ ചോദിച്ചെന്താ? സൂർദാസിന്റെ ഗുരു കോൻ ഹെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വല്ലഭാചാരി. അപ്പൊ നമുക്ക് അഷ്ടജാബ് കവികളെ നമുക്ക് പഠിക്കാനുണ്ട്. അഷ്ടജാബില് എത്ര കവികളുണ്ട്? അപ്പൊ വല്ലഭാചാര്യന്റെ, വിടൽനാഥന്റെ ഒക്കെ ശിഷ്യന്മാരെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത PYQ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ധന്യവാദം.